നെഹ്റുവിനെ പോലുള്ളവര് എത്രയോ വർഷങ്ങളാണ് നമ്മൾ വെറും 5, 6, 7 ദിവസം കിടന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ബ്രിട്ടീഷ് ജയിലിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സും, ഇന്നും ഹ്യൂമൻ റൈറ്റ്സ് കംപ്ലീറ്റ്ലി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ എനിക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജയിലിൽ കിടന്നിറങ്ങിയ സമയത്ത് ആണ് ഞാൻ PhD എൻട്രൻസ് എഴുതുന്നത്. PhD എൻട്രൻസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. ഇരുന്ന് പഠിച്ചു, ക്ലിയർ ചെയ്തു. ഞാൻ PhD ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫീമെയിൽ പ്രിസണേഴ്സ് ഇൻ കേരള എന്നുള്ള വിഷയമാണ്. നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്ലാറ്റിലായിരുന്നു താമസം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങും. എന്ന് വെച്ചാൽ ആള് പകൽ മുഴുവൻ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടയേർഡായിരിക്കുമല്ലോ, അപ്പം ഉറങ്ങും. ഞാനിങ്ങനെ രാത്രി എണീറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരെ ഹാളിൽ വന്നിരിക്കും, ഹാളിൽ നിന്ന് അടുത്ത ഡൈനിങ് സ്പേസിൽ പോയിരിക്കും, അപ്പുറത്തെ മുറിയിൽ പോയി ഇങ്ങനെ നേരം വെളുപ്പിച്ച ഒരുപാട് ദിവസങ്ങളുണ്ട്. എനിക്ക് എങ്ങനെ എടുക്കും എന്നറിയില്ല. ഇന്നലെ തന്നെ ഈ പ്രോഗ്രാം ഇൻ്റർവ്യൂവിന് വരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, രമ്യയാണ് ആങ്കർ ചെയ്യുന്നതെങ്കിൽ നീ വൃത്തിയായിട്ടൊക്കെ പോണം, രമ്യ നന്നായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിക്കാൻ ഞാൻ എത്രത്തോളം മാറി എന്നുള്ളത്. എന്ന് വെച്ചാൽ പഴയൊരു ആങ്കർ ആകുമ്പോൾ നമ്മൾ കുറേ കൂടെ നമ്മുടെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ ഹെയർ ആയാലും എല്ലാം, ഇപ്പം അതൊന്നും അല്ല, വേറൊരു ലൈഫിലേക്ക് പോയി. പക്ഷെ വീട് നേരത്തെ ചെയ്തത് സൂര്യയിലെ കളിയും ചിരിയും എന്നുള്ളൊരു ഷോയും ചെയ്തിട്ടില്ലേ, നാദൃശിക്കയുടെ. അത് മിസ്റ്റിന് മുമ്പ് തന്നെയല്ല, അല്ല മിസ്റ്റിന് ശേഷമായിരുന്നു. മിസ്റ്റ് ഞാൻ ചെയ്യുന്നത്, അതായത് ഞാൻ 9th പഠിക്കുമ്പോഴാണ് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ACVയിൽ ഒരു ലൈവ് ചെയ്തു തുടങ്ങി. അവിടുന്ന് പിന്നെ മിസ്റ്റ് 11th 12th പഠിക്കുന്ന സമയം 2 years മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് ഫോൺ ഇൻ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രീലാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്താണ് ഈ കളിയും ചിരിയും, പിന്നെ സൂര്യയിൽ തന്നെ വിസ്മയതാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, കളിയും ചിരിയും നാദൃശിക്കയുടെ കൂടെ. അത് എല്ലാവരും ഓരോ എപ്പിസോഡും വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. കാരണം ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലും പുതിയ ഓരോ സംഭവങ്ങൾ കൊണ്ട് വരും അല്ലേ. എന്നിട്ട് നിങ്ങളുടെ കോമ്പിനേഷൻ അതൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്ന ഈ മിസ്റ്റിലെ വീണ എന്ന് പറയുന്ന പോലെ തന്നെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഈക്വലി തന്നെ എല്ലാവരും റിസീവ് ചെയ്ത കളിയും ചിരിയും, എല്ലാവർക്കും ആ ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു സംസാരമൊക്കെ ഭയങ്കര അധികം അല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ആ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഞാൻ പറയാം. അതായത് ഒന്ന്, അത് BC നൗഫലിക്കയുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. അത് ഇന്ന് നമ്മുടെ മലയാള സിനിമയിലുള്ള ഇപ്പം സലീമിക്ക ആയാലും, അതുപോലെ ബിബിൻ ചേട്ടനായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. അതൊരു ഫാമിലി പോലെ നമ്മൾ ഭയങ്കര ഹെക്റ്റിക് ഷൂട്ടാണെങ്കിൽ ചില ഷൂട്ട് 2 മണി വരെയൊക്കെ ഷൂട്ട് പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ എന്നാലും അതിനകത്തുള്ളവരെല്ലാവരും എനിക്ക് തോന്നുന്നു നാദൃശിക്കയായാലും വളരെ ഹ്യൂമറും. ഞാൻ അതിന്റെ കൂടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തമാശയൊന്നും അങ്ങനെ പെട്ടെന്ന് വരുന്ന ആളല്ല, ഭയങ്കര പാടാണ് വരാൻ. പിന്നെ എങ്ങനെ ആ പ്രോഗ്രാം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ടീം. ബിപിൻ ചേട്ടന്റെ സ്ക്രിപ്റ്റും അവരെയൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ബിപിനൊക്കെ നൗഫലിക്കയുടെ കൂടെ ആദ്യം മുതലുണ്ടല്ലോ. പിന്നെയാണ് ഞാൻ ചെയ്ത രസികരാജയിലും ഇവരങ്ങനെ ഒരുമിച്ച് വന്ന് രസികരാജയൊക്കെ ആയി. ഇന്നിപ്പോ അവരുടെ ആ ഒരു വളർച്ചമാരൊക്കെ ശരിക്കും ഡിസേർവ്ഡ്. അവർ അത്രയും നല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ടാലന്റഡ് ആണ്. ഇപ്പോഴും അതേപോലെ തന്നെ എന്താ പറയാ, ഒരു സ്നേഹവും ഒക്കെ അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരും ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സൗന്ദര്യം. അവർ അന്നത്തെ ആ സൗഹൃദങ്ങൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതൊക്കെ എല്ലാവരിലും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഇവരിൽ ആ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. എസ്പെഷ്യലി എനിക്കൊന്ന് ബിപിൻ ചേട്ടൻ പറയാതിരിക്കാൻ പറ്റില്ല, സത്യം. അല്ല എനിക്ക് പിന്നെ രസികരാജയിൽ ഉണ്ടായിരുന്ന ബിപിനും ഇപ്പത്തെ ബിനു അടിമാലി, ബിനു ചേട്ടൻ, ഇവർ ആ ഗ്യാങ്. ഇപ്പം നമ്മൾ ഈ കോമഡി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഇവരെല്ലാരും തന്നെ രസികരാജ എന്ന് പറഞ്ഞ സൂര്യയിലെ ഫസ്റ്റ് നമ്പർ 1 കോമഡി റിയാലിറ്റി ഷോ അല്ലേ, അതിലൂടെ വന്ന കൊമേഡിയൻസ് ആണ് പിന്നെ എല്ലാത്തിലേക്കും അങ്ങ് കയറി അങ്ങ് ഭയങ്കര ഫേമസ് ആയത്. അതുകൊണ്ട്
ഞാൻ ഇന്നിപ്പോ കാണുമ്പോൾ എനിക്കും അവരുടെ വളർച്ചയുടെ ഒക്കെ ഒരു ഭാഗം ആകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. വീണ, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വീണയുടെ ശരിക്കും ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് വീണയ്ക്ക് തോന്നിയിരുന്നോ? വീണ കോൺഷ്യസ്ലി ആണോ പൊളിറ്റിക്സിലേക്ക് എനിക്കിത് വേണം, ഞാൻ എന്റെ മുന്നിൽ ഞാനിത് കാണുന്നുണ്ട്, ഞാൻ ഈ ആങ്കറിംഗ് ഒക്കെ ചെയ്ത് ഫൺ ചെയ്താലും എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പൊളിറ്റിക്സ് ആണെന്ന് അന്നേ വിചാരിച്ചിരുന്നു? ചേച്ചി, അതിനകത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയോ? എൻ്റെ സ്വഭാവത്തിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്, എന്നാൽ അറ്റ് ടൈംസ് ഞാനൊരു എക്സ്ട്രോവേർട്ടിഷ് നേച്ചറുള്ള ഒരാളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സാണ് ഞാൻ. അപ്പോൾ ആങ്കറിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയത്ത് നമ്മളിപ്പം ഞാനിങ്ങനെ ആലോചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ഇവന്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഭയങ്കര ഫെസ്റ്റിവലാണ്. അപ്പോൾ 5 വർഷം കണ്ടിന്യൂസ്ലി ഓണം ഇവന്റ് ഒരു ചാനൽ 10 days ചാനൽസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ 5 വർഷം മിനിമം ഒരു ചാനലിന്റെ പ്രോഗ്രാം ഇവന്റ് ഞാൻ ആങ്കർ ചെയ്യുമായിരുന്നു. അപ്പം 10,000 ചിലപ്പം 50,000 60,000 ആൾക്കാരൊക്കെ വരുന്ന വലിയ ഗ്യാതറിംഗ് ആയിരിക്കും ഈ ചന്ദ്രശേഖരൻ നായർ. ആ സമയത്തുള്ള ആങ്കറിങ് സ്റ്റൈല് ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കും. ആ ആങ്കറിങ് ഞാൻ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഇങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ മാറിക്കൊണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുമല്ലോ. നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മൾ ഗ്രോ ചെയ്യും. നമ്മുടെ ഏജ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വായിക്കുമ്പോൾ പൊളിറ്റിക്സ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് തോന്നാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല. എൻ്റെ കപ്പ് ഓഫ് ടീ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അതായത് എൻ്റെ ഫാദർ ഇൻ ലോ ബേസിക്കലി പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അച്ഛനോട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോയോ ഒന്നും പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല. സിസ്റ്റർ ഇൻ ലോ ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പുള്ളിക്കാരി 3 തവണ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാതിലകമൊക്കെ ആയിരുന്ന കഥാപ്രസംഗമൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആണ്. ആക്ച്വലി നമ്മളെയൊക്കെ കാണാൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ പുള്ളിക്കാരിയാണ്. പക്ഷെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം വരുന്നില്ല. പക്ഷേ എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണ്, നേരത്തെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ നമുക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നുള്ളതിൻ്റെ യാതൊരു ഹിൻസും കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ ഫാമിലി പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അമ്മയും അമ്മാവനും ഒക്കെ KSUക്കാരായിരുന്നു പഠിച്ചിരുന്ന സമയത്തെന്നുള്ളത്, അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് പൊളിറ്റിക്സ് താല്പര്യമാണ് അച്ഛാ, എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊരു 8-10 തവണ ഞാൻ പറഞ്ഞിട്ട് ആൾ മൈൻഡ് ആക്കുന്നില്ല. അവസാനം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇനിയും പറയത്തില്ല. കാരണം എൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു വിലയില്ലാതാക്കി കളയുന്നത് ഈഗോ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ ഒരു വിലയില്ലാതെ കളയുക എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു എനിക്ക് ഷെയിമായി തുടങ്ങി, ഞാൻ ഇനിയും പറയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻച്വലി എനിക്കൊന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഞാൻ കണ്ണൂര് പയ്യന്നൂരുള്ള ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ലവ് മാരേജ് ആണെന്നാണ്. ലവ് മാരേജേ അല്ല, പ്യുവർലി അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷെ അതൊക്കെ ഒരു ഡെസ്റ്റിനിയുടെ പാർട്ടാണ്. ഞാൻ പൊളിറ്റിക്സിൽ വരണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. ഞാൻ നിൽക്കണം എന്നുള്ളതും കാരണം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് ഡെസ്റ്റിനി അതായതുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എന്നോട് വീണ തന്നെ പറയാണ് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്, എന്നാൽ അറ്റ് ടൈംസ് ഞാൻ ഇതാവും ഇങ്ങനെ 2 എക്സ്ട്രീം പറയുന്നുണ്ടല്ലോ. പക്ഷേ വീണ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണയുടെ ഒരു ഇന്റർവ്യൂ അന്ന് ആ ജയിലിൽ പോയ സമയത്തൊക്കെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അന്ന് വീണ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ഒരു പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓരോ അനുഭവങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആണ്, ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ധൈര്യമുണ്ടല്ലോ. അത് നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. ഇത്തരത്തിലും നമ്മളെ എപ്പോൾ വേണേലും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. അന്ന് ഇപ്പൊ വീണ പറയുന്നത് വീണ ഇൻട്രോവേർട്ടാണ്. എനിക്ക് റിലേറ്റ് പറ്റില്ല. അന്നത്തെ വീണ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തെ വീണയുടെ സംസാരമൊക്കെ കേട്ടപ്പോഴേ എന്ത് ധൈര്യമാണ് വീണ. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നൊരു പിക്ചർ എന്ന് പറയുന്നത് അച്ഛനും ഇന്ദിരാജിയും അതുപോലെ കാർത്തികേയൻ സാറ് മുല്ലപ്പള്ളി സാറ് ഇവർ 3 പേരും കൂടെ ഉള്ള ഒരു പിക്ചർ വീട്ടിലുണ്ട്. അപ്പം ആ പിക്ചറിൽ അച്ഛൻ ഇങ്ങനെ കൈയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം അതിനു മുമ്പുള്ള അച്ഛൻ യൂത്ത് കോൺഗ്രസ്സിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഏതോ സമരത്തിൽ പങ്കെടുത്ത് പോലീസുകാരോ മറ്റോ കൈ തല്ലി ഒടിച്ചതാണ് കെട്ടി വെച്ചേക്കുന്നത്. നമ്മൾ ആദ്യം കാണുന്ന പിക്ചർ അതാണ്. അപ്പം ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 2 തരത്തിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സിനെ കാണാം.
വേണമെങ്കിൽ മുകളിലൂടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന, അത് വളരെ റെയറായിട്ട് മാത്രം, ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പരിപാടി എന്താ, സമര സംഘടനയാണ്. അപ്പൊ സമര സംഘടനയുടെ ഭാഗമായിട്ട് നിന്നിട്ട് എനിക്ക് എവിടെയും ചാരി നിന്ന് കാഴ്ച കണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു രമ്യ ചേച്ചിക്ക് അത് എത്ര പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ന്യൂസ് കാണുമ്പോൾ സാധാരണ എന്താ കാണുന്ന, യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നു, ജലപീരങ്കി വാട്ടർ ക്യാനണിൽ നിന്ന് വെള്ളം അടിക്കുന്നു, വെള്ളം അടിക്കുമ്പോൾ ഒരാൾ തെറിച്ച് വീഴുന്നു, ഇത് അടുത്ത ദിവസം പിക്ചർ ഫോട്ടോ വരുന്നു പേപ്പറിൽ. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ വാട്ടർ ക്യാനൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ ബോംബ്. ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എത്രയെങ്കിലും ദൂരെ തെറിച്ച് വീണ് എന്ത് സംഭവിക്കാം, ഭയങ്കര ഫോഴ്സിലല്ലേ അത്. അതുപോലെ സമരസമയത്ത് ഗ്രനേഡ് എറിയാറുണ്ട് ഇവര്. അതുപോലെ എന്നോട് ജയിലിൽ കിടന്ന കാര്യം ചോദിച്ചില്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നേ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ, ഇപ്പം നെഹ്റുവിനെ പോലുള്ളവര് എത്രയോ വർഷങ്ങളാണ്, നമ്മൾ വെറും 5, 6, 7 ദിവസം കിടന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ബ്രിട്ടീഷ് ജയിലിൽ ഒരു ഹ്യൂമൻ റൈറ്റ്സും, ഇന്നും ഹ്യൂമൻ റൈറ്റ്സ് കംപ്ലീറ്റ്ലി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ബ്രിട്ടീഷ് ജയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മിയർ സർവൈവൽ മാത്രമേ അവർ നോക്കുകയുള്ളൂ. ഒരാൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുട്ടറയിലും മരിക്കാതെ കിടക്കണം, അത്രയേ കാണുള്ളൂ. അത്രയും ഇൻഹ്യൂമൻ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഫൈറ്റ് ചെയ്ത് 1, 2 അല്ല 8, 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ ഇരുന്ന് ബുക്ക് വരെ എഴുതിയിട്ട് വേൾഡ് ഫേമസ് ആയിട്ട് ഇവർ മാറുന്നത്, മനസ്സിലായില്ലേ? അവരൊക്കെ സഹിച്ചത് വെച്ച് നോക്കിയാൽ നമ്മളെന്താ, അവരൊക്കെ കൊണ്ടുതന്ന ഒരു ഫ്രീഡത്തിൽ നമ്മളിങ്ങനെ ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ വാദിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും പറയും, നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും റൈറ്റ് ടു വാട്ടർ, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്, സ്റ്റേറ്റിന്റെ കസ്റ്റഡിയിലാണ്, നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറയാം. അങ്ങനെയും പറയേണ്ട സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയിലിൽ പോവുക എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, എല്ലാ മനുഷ്യരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഫ്രീഡം ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇപ്പം അറസ്റ്റ് എന്ന് പറയുന്നത് എന്താ, സാധാരണ ഇപ്പം ഞാൻ LLBക്ക് പഠിക്കുന്നതിന് മുമ്പ്, ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആവുന്നതിന് മുമ്പ്, ഇപ്പം നമ്മുടെ വീട്ടിലെ കാഴ്ചപ്പാട് ജയില് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, കോടതി എന്നൊക്കെ പറയുന്നത് എന്തോ പ്രശ്നമാണ്, പ്രശ്നക്കാർക്ക് മാത്രമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഞാൻ LLB സ്റ്റുഡൻ്റ് ആയപ്പോഴത്തേക്കും എന്തായാലും ഞാൻ കോടതിയിലാണ് പോകേണ്ടത്. ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ പോലീസുകാരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് എൻ്റെ തോട്ട് കുറച്ച് ചേഞ്ച് ചെയ്യുന്നു, ഫാമിലിയുടെ തോട്ട് ചേഞ്ച് ചെയ്യുന്നു. പിന്നെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ജയിലിൽ പോയി കിടക്കുന്നു. അതിനെന്താ, എല്ലാവരും ജയിലിൽ കിടന്നവരാ. നമ്മളതിന് സോ ലോങ് ആസ് നമ്മളൊരു ക്രൈം ചെയ്തിട്ടല്ല ജയിലിൽ പോകുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഒരു കുഴപ്പമില്ല. ജയിലിൽ പോകുന്നത് നമ്മളൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, മറ്റാർക്കോ വേണ്ടി കൂടെയാണ്. ഞാൻ 6-7 ദിവസം ജയിലിൽ കിടന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കോ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരുടെ വിഷയം എൻ്റെ വിഷയം കൂടിയാണ്. ഞാൻ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ എൻ്റെ വിഷയമാണ്, അല്ലെങ്കിൽ എൻ്റെ തലമുറകളുടെ വിഷയമാണ്, ഈ സിസ്റ്റത്തിൻ്റെ വിഷയമാണ് എന്ന്. അതുകൊണ്ടായിരിക്കാം എനിക്കതൊരു പ്രശ്നമല്ലാതെ തോന്നുന്നത്. പക്ഷെ ഈ നമ്മൾ ജയിലിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതോ മാത്രമല്ല, അതിന് അനുബന്ധിച്ചുണ്ടാകുന്ന കുറേ എന്താണ് സബ്സിക്വന്റ്ലി വരുന്ന ആഫ്റ്റർ എഫക്ട്സ് പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങൾ മീൻസ് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, മേ ബി വിതിൻ ദ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്സിൽ നിന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന, അവിടെ എനിക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ എൻ്റെ ഒരു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ജയിലിൽ കിടന്നിറങ്ങിയ സമയത്ത് ആണ് ഞാൻ PhDയുടെ എൻട്രൻസ് എഴുതുന്നത്. PhD എൻട്രൻസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. ഇരുന്ന് പഠിച്ചു, ക്ലിയർ ചെയ്തു. ഞാൻ PhD ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫീമെയിൽ പ്രിസണേഴ്സ് ഇൻ കേരള എന്നുള്ള വിഷയമാണ്. അപ്പൊ ആ ജയിലിനെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ആക്കുന്നിടത്തോളം പ്രശ്നമില്ല. അപ്പം വീണ മാക്സിമം ഇപ്പം ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ വീണ കണ്ണുകൾ നിറഞ്ഞും വീണ ചിരിച്ചുകൊണ്ട് അത് ഈസി ആക്കി പ്രസന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്? ഒരു പക്ഷെ ഇത്രയും ദിവസങ്ങൾ മാറിയപ്പോൾ നമ്മളിൽ അത് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടായിരിക്കും ഇപ്പം ഇത്രയും കുറച്ചൊക്കെ ഈസി ആയിട്ട് വീണയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ എത്ര രാഷ്ട്രീയ പ്രവർത്തകയാണെന്ന് പറഞ്ഞാലും നിങ്ങളും ഒരു സാധാരണ അവിടെ ഒരു മകളും മരുമകളും ഒരു ആയിട്ട് നിൽക്കുകയാണ്.
നിങ്ങളുടെയും ആ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും സുഖങ്ങളുടെ ഭാഗമാകാനല്ല നിങ്ങളെ അവിടെ ക്ഷണിക്കുക. എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ തരാനായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും സമീപിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. വീട്ടിലും ഇത്രയും ഹാർഡ് ടൈംസ് വരുമ്പോൾ ഇപ്പോൾ വീണ പറഞ്ഞത് അമ്മയ്ക്ക് ഇത്രയും, നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പേടിപ്പിക്കുന്ന ഒരു അസുഖം, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേജ്, അമ്മ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ വീട്ടിലത്തെ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞാലും വിഷമമാണ്, ടെൻഷൻസാണ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും ടെൻഷനും വിഷമമാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോവാതെ എവിടെ നിന്നാണ് അത് നിങ്ങൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ശക്തിയും? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, പല ദിവസങ്ങളിലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങും, എന്ന് വെച്ചാൽ ആള് പകൽ മുഴുവൻ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടയേർഡായിരിക്കുമല്ലോ, അപ്പം ഉറങ്ങും. ഞാനിങ്ങനെ രാത്രി എണീറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരെ ഹാളിൽ വന്നിരിക്കും, ഹാളിൽ നിന്ന് അടുത്ത ഡൈനിങ് സ്പേസിൽ പോയിരിക്കും, അപ്പുറത്തെ മുറിയിൽ പോയി ഇങ്ങനെ നേരം വെളുപ്പിച്ച ഒരുപാട് ദിവസങ്ങളുണ്ട്. എനിക്കൊന്നും മറ്റ് പലരുടെ ലൈഫിലും ഇതൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും, നമ്മളും അത് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ നിൽക്കുന്നവരെന്ന് നമ്മളെന്താണെന്ന് അറിയും, നമ്മളെല്ലാവരെയും പുറത്ത് അവരുടെ ചിരികൾ വെച്ച് മാത്രമാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പുറത്തൊരാൾ അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നോക്ക് നിങ്ങൾ, വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല പൊളിറ്റീഷ്യൻസിൻ്റെ ലൈഫിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ഒരുപാട് പേരുണ്ട്, നമുക്കറിയുന്ന പല ആൾക്കാരും ഉണ്ട്. അവരുടെ വീട്ടിലെ മറ്റുള്ളവരുടെ വേണ്ടപ്പെട്ടവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളായിരിക്കാം. ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറയുന്ന പോലെ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ, ഏതൊരു കോയിനിലും രണ്ട് സൈഡ് ഉണ്ട്. അത് ഈ പ്രപഞ്ചത്തിലുള്ള എന്തെടുത്താലും അതിൽ നല്ലതും ചീത്തയും ഉണ്ട്. നമുക്കിപ്പം നിങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങൾ നല്ലത് മാത്രം ഇന്റൻഷ്യലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കല്ലേ ആക്ച്വലി അവിടെ ഒരു കൗൺസിലിങ്ങോ, ഒരു നിങ്ങൾക്ക് ബാക്ക് ബോൺ ആയിട്ടോ, നിങ്ങളെ തളരാതെ, ലീഡറാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്, നിങ്ങൾ അവിടെ തളരാതെ നിൽക്കാൻ. അല്ല, ഈ തളർച്ച എന്ന് പറയുന്നത് ഇതൊരു ഹ്യൂമൻ ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യരായി കഴിഞ്ഞാൽ സന്തോഷം വരും, ദുഃഖം വരും. ചില സിറ്റുവേഷൻസിൽ നമുക്കൊന്നും ഒരു നിസ്സംഗത തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. നമ്മൾ ഹെൽപ്ലെസ്. ഇതെല്ലാം എല്ലാവരും മനുഷ്യരാണല്ലോ, ഞാനും മനുഷ്യൻ, ഞാനൊരു സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ട് മാത്രം പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ഒരു സാധാരണ ഒരു തുടക്കക്കാരി മാത്രമാണ്. അപ്പം ആ ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരെയും പോലെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വലിയ പ്രതിസന്ധിയിലൊക്കെ നമ്മുടെ ശക്തിയായിട്ടുള്ളത് ജനങ്ങളാണ്. അതായത് നമ്മളെ അടുത്തറിയുന്ന, നമുക്കൊപ്പം പ്രതിസന്ധികളിൽ നിന്നിട്ടുള്ള, നമ്മളെ അറിയാത്ത, ഒരു കാലത്തും എന്നെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ അച്ഛനായിട്ട് സ്നേഹിച്ച കുറേ ആളുകളുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് കാസർഗോഡെങ്കിലും ഉണ്ടാവും. ആ ആൾക്കാരായിരുന്നു ഞങ്ങളുടെ ബലം, അവർ തന്നെയായിരുന്നു ബലം. അതിന് ആ കുടുംബം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു, അവരുടെ തലമുറകളോട് കടപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നെല്ലാം ഉള്ള അനുഗ്രഹങ്ങളുടെ ആവും ഇപ്പം വന്നിരിക്കുന്ന യോഹാൻ. ആയിരിക്കാം. യോഹാനെ കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തകർന്നു പോയേനെ. അപ്പോൾ അതിപ്പോൾ ഏകദേശം അതെ നമ്മുടെ ഒരു കുഞ്ഞെന്ന് പറയുന്ന ഒരു, അതെ, അത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അത് വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. അത് ഇത്രയും നാള് നിങ്ങളിപ്പോ ഗോ ത്രൂ ചെയ്തിപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നിന്നും കിട്ടിയ ഒരു ദൈവാനുഗ്രഹത്തിൽ വന്ന ഒന്നാവും ഇത്രയും നാളുകൾക്ക് ശേഷമാണെങ്കിലും യോഹാൻ. അതെ അതെ. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യാൻ ഇറങ്ങുമ്പം നമ്മുടെ മനസ്സുകൊണ്ട്, ഒന്നാമത് ഇപ്പം വീണെ പറഞ്ഞ പോലെ വളരെ പാഷനേറ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഇത്രത്തോളം ഇങ്ങനത്തെ ഹാർഡ് ടൈംസിൽ വരെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയണത് നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന കുറേ നല്ല മുഹൂർത്തങ്ങൾ, ചിലപ്പോൾ മോശമായിട്ടുള്ള കുറെ മരണങ്ങളോ അങ്ങനെയോ അല്ലെങ്കിൽ അസുഖങ്ങളോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവൻ അച്ഛൻ്റെ മരണം പോലും ഭയങ്കര ഒരു ട്രാജിക് ആയിരുന്നു. അത് ഐ തിങ്ക് ഞാൻ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് പറയണം തോന്നുന്നു. അതായത് ഞാൻ 7 months പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അച്ഛൻ കാസർഗോഡ് DCCയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വാഹനം ചെറുതായിട്ട്, ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ കാർ ആക്സിഡൻ്റ് ആയിട്ട് വിളിച്ച് പറയുന്നു ആക്സിഡൻ്റ് ആണ്. അപ്പം നമ്മളെ ധാരണ എന്താ, ചെറിയൊരു ആക്സിഡൻ്റ് ആയിരിക്കും, കുഴപ്പമില്ല. അപ്പം നോക്കുമ്പോൾ റിബ്സ് പൊട്ടിയിട്ടുണ്ട്.
അപ്പോഴും ഞാൻ മനസ്സിൽ സത്യത്തിൽ എൻ്റെ ഒരു ശുദ്ധ മനസ്സ് ആലോചിക്കണം. അതായത് അച്ഛൻ എപ്പോഴും ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ രാവിലെ വരും, വൈകിട്ട് തിരിച്ചു പോകും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ പോലും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ റിപ്സ് പ്രശ്നമാണെങ്കിൽ കുറച്ച് 3-4 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അച്ഛൻ റെസ്റ്റ് എടുക്കും. 7 മാസം മറ്റേ വളകാപ്പ് ചടങ്ങ് അങ്ങനത്തെ ചടങ്ങൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഫോർ നെയിം സേക്ക് വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ ചടങ്ങായിട്ട് ഇങ്ങനെ നടത്തണം എന്നൊക്കെ വിചാരിച്ച് അവരൊക്കെ വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന സാരമില്ല, അച്ഛനെ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കാം, കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ നിൽക്കാമല്ലോ. അല്ല, അച്ഛൻ്റെ കൂടെ നിന്ന് കൊതി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അച്ഛനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അച്ഛൻ മോളെ മോനെന്നേ വിളിക്കൂ, പേര് വിളിക്കത്തില്ല. അപ്പം മോളെയാണോ മരുമോളെയാണോ മോനെയാണോ മരുമോനെയാണോ വിളിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. എല്ലാവരും ഒരുപോലെ അങ്ങനത്തെ ഒരു അച്ഛനാണ്. അപ്പം അച്ഛൻ ട്രിവാൻഡ്രത്ത് വരുമ്പം എന്തായാലും എൻ്റെ ഡെലിവറിയാണ്, അച്ഛൻ വീട്ടിൽ കാണും, അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ കൈവിട്ട് അപ്പം 7th മന്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസ്, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളങ്ങ് പോവുക ലൈഫിൽ നിന്ന്. ഇപ്പോൾ യോഹാനെ ചിലപ്പോൾ എന്താ പറയുക, അച്ഛൻ പോയി 41-42 ഡേയ്സ് ആകുമ്പോഴാണ് പ്രീ ടേം ഡെലിവറി ആയിരുന്നു, കുറച്ച് പ്രീ ടേം ആയിരുന്നു. അപ്പം മോനെ പ്രസവിക്കുന്നു. അങ്ങനെ ഈ ജീവിതം പോവുകയാണ്. നമ്മൾ ചിലർ അച്ഛൻ തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവർ അങ്ങനെയൊക്കെ വിശ്വസിക്കും അല്ലേ. പക്ഷെ വീണ, ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ഹാർഡ് ടൈംസാണ് വീണയുടെ ലൈഫിൽ. ഇത്രയും കുറച്ച് ലൈഫായിട്ടുള്ളൂ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട്. ഇതിനുള്ളിൽ തന്നെ ആരും ആഗ്രഹിക്കാത്ത, എന്നും ഇപ്പം ഇത്രയും നാളുകൾക്ക് ശേഷം പറയുമ്പോഴും കേട്ടിരിക്കുന്ന എൻ്റെ പോലും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് വീണയ്ക്ക് പറയാനുള്ളത്. എപ്പോഴെങ്കിലും ഇതൊന്നും വേണ്ട, സാധാരണ ഒരു പണ്ടത്തെ ആങ്കർ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ നിന്ന വീണയിലേക്ക് പോവാം, അല്ലെങ്കിൽ സാധാരണ ഒരു വീണയാവാം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതൊന്നും വേണ്ട എന്ന് അല്ല, ചില സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു മേഖലയല്ലല്ലോ. നമ്മൾ മീഡിയയിൽ കാണുന്ന കോമ്പറ്റീഷൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 100 times കോമ്പറ്റീഷനാണ് ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ വിസിബിലിറ്റി കിട്ടിയ ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും യങ് ഏജിൽ അസംബ്ലി സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും, അതൊക്കെ വലിയ ബ്ലെസ്സിങ് ആണ്. അത് കോൺഗ്രസ് പോലെ ഒരു നാഷണൽ പാർട്ടിയുടെ സത്യത്തിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി 10-40 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു പഞ്ചായത്ത് സീറ്റിലെങ്കിലും മത്സരിച്ചെങ്കിൽ കൊതിക്കുന്ന 10,000 അവിടെ അസംബ്ലി സീറ്റ് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഒരു വലിയൊരു റെക്കഗ്നിഷനാണ്. വെദർ യു വിൻ ഓർ നോട്ട്, അല്ലെങ്കിൽ വെദർ യു വൺ ഓർ നോട്ട് ഇസ് സെക്കൻഡറി. ചിലപ്പം നല്ലൊരു ട്രെൻഡ്, ഒരു UDF ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ ജയിക്കാനും മതി. ജയിക്കില്ല എന്നൊന്നുമില്ല. ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസസ് ആണല്ലോ. ട്രെൻഡ് മാറുകയാണ്. ഒരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിച്ചേനെ. അതെല്ലാം എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ലെസ് ഫോർച്യൂണേറ്റ്. ഇപ്പം എൻ്റെ ലൈഫിൽ ഈ ക്രൈസിസുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത്രയും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈഡിലെ നമ്മുടെ പ്രതിസന്ധികളെ ആലോചിക്കുമ്പോൾ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണെന്ന് പക്ഷെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് ചിന്തിക്കുന്നിടത്തും ഫോർച്ചുനേറ്റ് ആണ് ഞാൻ. കാരണം എത്രയോ ബ്ലെസ്സിങ്സ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു കപ്പ് ഓഫ് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ, 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ യു ക്യാൻ പെർസീവ് ഇറ്റ് ഇൻ 2 ways. ഫസ്റ്റ് വേ, ഒന്ന് അതിനകത്ത് പകുതി വെള്ളം ഇല്ല എന്ന് വിചാരിക്കാം. അതായത് ഇറ്റ് ഇസ് ഹാഫ് ഫിൽഡ്, പകുതി വെള്ളം ഉണ്ട്, പകുതി വെള്ളം എനിക്കുണ്ടല്ലോ. അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോവാ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും, സ്പേസ് കിട്ടും, വരും. പ്രതീക്ഷകളാണല്ലോ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് കളഞ്ഞു പോകാമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്കെപ്പോഴും തോന്നുന്നു ഐ ഹാവ് ടു ബി ഹിയർ ബിക്കോസ് ഐ നോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗെയിം. ദിസ് ഫൈറ്റ് ഇസ് നോട്ട് വെരി ഈസി ടു വിൻ, ബട്ട് യു ഷുഡ് ഫൈറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒരു ഗോതയിലേക്ക് ഇറങ്ങിയിട്ട് പരാജയപ്പെട്ട് എല്ലാ അമ്പും വില്ലും ഒക്കെ മടക്കി വെച്ച് തിരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഇറങ്ങി
നിങ്ങളൊരു കടലിലേക്ക് ചാടിയിട്ടുണ്ട്, അപ്പൊ ഇനി മുങ്ങിച്ചാവണോ നീന്തി അപ്പുറത്തെത്തണോ എന്ന് നമുക്ക് നീന്താനാണ് തീരുമാനം എന്തായാലും തൽക്കാലം. അങ്ങനെ എല്ലാരും അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അല്ല, നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആവണം അല്ലേ? നമ്മളിപ്പോ കണ്ടിരിക്കുന്ന, നമ്മളിപ്പോ പേര് പറയുന്ന എല്ലാ മുന്നിലുണ്ടായിരുന്ന ലീഡേഴ്സ് എല്ലാവരും ഇത്തരത്തിൽ നീന്തി 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 കരയ്ക്ക് എത്തിയവരാണ് പിന്നെ മഹാന്മാരായിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ആ നീന്തലിൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് മോശപ്പെട്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഇതൊക്കെ ഉണ്ട്. അതാ ഞാൻ ചോദിക്കണേ, അവിടെ തളരാതെ വീണ്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാജിക് അതെന്താണ്? അതായത് ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഞാൻ ഈ ലീഡർ എന്നുള്ളതോ അങ്ങനത്തെ പദങ്ങളിലൊന്നും എന്താ പറയുക വിശ്വസിക്കുന്ന ഒരാളല്ല. ബിക്കോസ് എപ്പോഴും നമ്മൾ ഒരു സാധാരണ മനുഷ്യനായാൽ മാത്രമേ നമുക്ക് സാധാരണക്കാരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിയാൽ മാത്രമേ അവൻ്റെ വികാരങ്ങളും വിചാരങ്ങളും വേദനകളും അത് നമ്മുടേതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് ആവണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എംപത്തറ്റിക് ആകണം. ഇപ്പം രമ്യ ചേച്ചിയുടെ ലൈഫിൽ ഒരു പ്രയാസമുണ്ട്, ഒരു വിഷമമുണ്ട്. ചിലപ്പോൾ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഞാൻ അടുത്തിരുന്ന് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് പറയാൻ ഉള്ളൊരു ശക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ വേദന നമ്മുടേതായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ ഈ കടന്നു വന്നിട്ടുള്ള പ്രതിസന്ധികൾ എന്നെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മോൾഡ് ചെയ്തെടുക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഞാൻ എന്താ പറയുക വീണുപോയ സിറ്റുവേഷൻസ് ഉണ്ടാവാം, പക്ഷേ എണീറ്റ് നിന്ന് അതിനെ അതിജീവിക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടാകുന്നത് ചുറ്റുമുള്ള ലോകത്ത് നോക്കുമ്പോഴാണ്. കാരണം എൻ്റെ വിഷമം ഒന്നുമല്ല, എന്നെക്കാളും എത്രയോ വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് കൂടി ധൈര്യം പകരാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ എന്നെ പ്രാപ്തയാക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എംപതറ്റിക് ആയാൽ മതി, നമ്മൾ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കുഞ്ഞ് ഒരു ലൈൻ കമ്പിയിൽ ഷോക്കടിച്ച് മരിച്ചു, അത് എൻ്റെ വീട്ടിലെ കുഞ്ഞാണ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്കാണ് എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ഉള്ളിൽ ഒരമ്മ ഹോസ്പിറ്റലിൽ മരിച്ചു വീഴുന്നു, ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ്, അവിടെ കിടന്ന പേഷ്യൻ്റ് ഞാനാണെന്നും അതിനകത്ത് അകപ്പെട്ടു പോയത് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ എനിക്കപ്പോൾ വേദന ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഞാൻ ആ പ്രശ്നത്തിനെ കറക്റ്റ് ചെയ്യും. ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അത്രയും മതി. നല്ല മനുഷ്യരായാൽ മതി, വേറൊന്നും വേണ്ട. നല്ല പൊളിറ്റീഷ്യൻ ആവാൻ ഒന്നും വേണ്ട, നല്ലൊരു മനുഷ്യനായാൽ മതി, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും വീണയ്ക്ക് ഇനി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരോട് പറയാനുള്ള ഒരു 2 അഡ്വൈസ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും. തീർച്ചയായും. ഒരിക്കലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നോട് എൻ്റെ ഫാദർ ഇൻ ലോ പറഞ്ഞു തന്ന ഒരു മെയിൻ ലെസനാണ്. അച്ഛൻ MLA ജനപ്രതിനിധിയായിട്ട് നിയമസഭയിൽ ഇരിക്കാൻ പറ്റി. അതായത് അതിൻ്റെ ഒരു ഞാൻ റിയലൈസ് ചെയ്യുന്നത്, അതായത് 5 വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടക്കുമ്പോൾ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് 140 പേര് ഈ നിയമസഭയിൽ വരുന്നു. അതിലൊരാളായിട്ട് എത്താൻ പറ്റി. അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല. അച്ഛനൊരു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്, ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അവിടുന്ന് ലീഡറിനെ കാണുന്നു. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കരുണാകരൻ സാറ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൈതപ്പുറം ഭാഗത്തൂടെ കാറിൽ പോകുമ്പോൾ കാറ് നിർത്തി അവിടെ കണ്ട ഒരു പയ്യനോട് പോകേണ്ട സ്ഥലം വഴി ചോദിച്ചു. അത് പറഞ്ഞു കൊടുത്ത പയ്യനോട് തിരുവനന്തപുരത്ത് എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു. ആ പയ്യൻ തിരുവനന്തപുരത്തെത്തി ലീഡറിനെ കണ്ടു. ലീഡറിനെ കണ്ടപ്പോൾ ആ പയ്യന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പയ്യനാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതും MLA ആയതും ലീഡറുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പ്രതിസന്ധികളിൽ വരെ കൂടെ ഉണ്ടായതും. അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് വെച്ചാൽ അച്ഛൻ ജീവിതത്തിലൊന്നും സ്വപ്നം കണ്ട് വന്ന ആളല്ല. രാഷ്ട്രീയത്തിൽ ആരും അങ്ങനെ സ്വപ്നം കണ്ട് ഇറങ്ങാൻ വേണ്ട. നാളെ MLA ആയേക്കാം, MP ആയേക്കാം. ചിലപ്പോൾ MLA ആവാന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരൊന്നും ആവത്തില്ല. പക്ഷേ ഒന്നും ആകില്ല എന്ന് വിചാരിക്കുന്നവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക.
ആ ജോലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്കൊരു മാർക്ക് വീഴും. ആ മാർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴും, പാർട്ടിയുടെ ഭാഗത്തു നിന്നും വീഴും. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാർക്ക് വീണതാണ് ഉമ്മൻചാണ്ടി സാറിനെ കാത്ത് ലക്ഷക്കണക്കിന് വരുന്നത് അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അത്രമാത്രം. അതാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. നാളെ നീ MLA ആയേക്കാന്നൊന്നും വിചാരിച്ചിറങ്ങരുത്, എളുപ്പമുള്ള മേഖലയെ അല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വിഷമവും ഇല്ല. ഇത് ഫൈറ്റ് ചെയ്ത് തന്നെ പോവാണ്. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജെനുവനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് നിൽക്കുക അല്ലേ? അതെ. വീണയുടെ മുന്നിൽ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ വീണ ഇനി നെക്സ്റ്റ് എന്ന് കാണുന്നത് എന്തൊക്കെയാണ്? എൻ്റെ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ അത്രയും ഈസി ആയിട്ടുള്ള ആദ്യമായിട്ട് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കുക. കാരണം നമുക്ക് ആശങ്കകളില്ലാതെ എന്താണ് ഇനി അടുത്ത മൊമെന്റിൽ എന്ത് സംഭവം. എൻ്റെ സ്വഭാവം അനുസരിച്ച് കുറച്ച് ഇങ്ങനെ ആങ്സൈറ്റി ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയാണ്. എനിക്കൊന്നും മിക്കവാറും സാധാരണ മനുഷ്യരൊക്കെയാണ്, അതിനേക്കാളും ഒരല്പം കൂടുതലാണ്. അപ്പൊ അത്ര ആശങ്കയൊന്നും ഇല്ലാതെ ജീവിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് ചെയ്യുക, ഏറ്റവും മിനിമം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതിൽ പലതും ഞാൻ പാലിക്കാറുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് അപ്പുറത്ത് ഏറ്റവും എസെൻഷ്യൽ ടോക്ക് മാത്രമേ ഞാൻ ഫോണിൽ ചെയ്യാറുള്ളൂ. ഞാൻ വിളിക്കും, കാര്യം പറയും, വയ്ക്കും. അതിനപ്പുറത്തേക്ക് ഒരാളുടെ സമയം പോലും, ഒരു ലീഡറിൻ്റെ അടുത്ത് പോലും ഇരുന്നിട്ട് കാര്യം പറയാൻ ചെന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഒരു രണ്ട് മിനിറ്റ് പോലും എടുക്കില്ല, ഞാൻ പറയും, ഇറങ്ങും. ഞാൻ അങ്ങനെയാണ്. കാരണം അവരുടെ സമയം പോലും ഞാൻ കാരണം കളയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോവാം, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, നല്ല മനുഷ്യനാവുക, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ഹസ്ബൻഡ് എത്രത്തോളം സ്ട്രെങ്തും വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സും എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അതേപോലെ തന്നെ ഇനി യോഹാനും ബഡിങ് സ്റ്റേജാണ്, അവനും അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഹ്യൂമൻ ബീയിങ് തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. നല്ല രീതിയിൽ പ്രവർത്തന മേഖലയിൽ സൂപ്പറായിട്ട് വീണ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ വിജയങ്ങളും നേടാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു വീണ.